ക്വസ്റ്റ്യൻ നമ്പർ 3 ശരിക്കും രണ്ട് ചാപ്റ്റേഴ്സിലെ കോൺസെപ്റ്റുകൾ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിനകത്ത് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കാര്യങ്ങളും വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ പ്രോബബിലിറ്റിയുടെ കോൺസെപ്റ്റുകളും ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? 2 numbers K1 and K2 ആർ റാൻഡംലി ചോസൺ ഫ്രം ദ സെറ്റ് ഓഫ് 1 നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിൽ നിന്നും നമ്മൾ രണ്ട് നമ്പറുകൾ ചൂസ് ചെയ്യുന്നു, K1 ഉം K2. അങ്ങനെയാണെങ്കിൽ എന്തിൻ്റെ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്? I⁻K1 + I⁻K2 നോൺ സീറോ ആകാനുള്ള പ്രോബബിലിറ്റി. ഇവിടെ I എന്ന് പറയുന്നത് നമ്മുടെ സ്ക്വയർ റൂട്ട് ഓഫ് -1 ആണ്. അപ്പോൾ രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് K1 K2 നമ്മൾ റാൻഡമായിട്ട് ചൂസ് ചെയ്യുന്നു. എന്നിട്ട് I⁻K1 + I⁻K2 കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? സീറോ അല്ലാത്ത ഒരു നമ്പർ കിട്ടണം. ശരിയാണല്ലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് I⁻K1 + I⁻K2 സീറോ ആകാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നു. അപ്പോൾ സീറോ ആകാത്ത പ്രോബബിലിറ്റി വേണമെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി പ്രോബബിലിറ്റി എടുത്താൽ മതിയല്ലോ. ശരിയല്ലേ? 1 - എന്ന് എടുത്താൽ മതിയാകും. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് I⁻K1 + I⁻K2 സീറോ ആകുക എന്നുള്ളതാണ്. K1 K2 എന്ന് പറയുന്ന പവറുകളൊക്കെ നാച്ചുറൽ നമ്പേഴ്സ് ആണല്ലോ. നമുക്കറിയാം ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും ആ നാച്ചുറൽ നമ്പറിനെയൊക്കെ എനിക്ക് വേണമെങ്കിൽ 4ൻ്റെ മൾട്ടിപ്പിൾ +1 അല്ലെങ്കിൽ 4ൻ്റെ മൾട്ടിപ്പിൾ +2 അല്ലെങ്കിൽ 4ൻ്റെ മൾട്ടിപ്പിൾ +3 ഇങ്ങനെ 4 ആയിട്ട് തിരിക്കാമല്ലോ അല്ലേ? അപ്പോൾ ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും ഈ 4 തരത്തിൽ ഏതെങ്കിലും ഒന്നാകും എന്നുള്ളത് ഉറപ്പാണ്. ഒന്നുകിൽ 4ൻ്റെ മൾട്ടിപ്പിൾ ആകും, അതല്ലെങ്കിൽ 4ൻ്റെ മൾട്ടിപ്പിൾ +1, അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1, അല്ലെങ്കിൽ 4ൻ്റെ മൾട്ടിപ്പിൾ +2, അല്ലെങ്കിൽ 4ൻ്റെ മൾട്ടിപ്പിൾ +3. 4ൻ്റെ മൾട്ടിപ്പിൾ +4 എന്ന് വന്നാൽ അത് വീണ്ടും 4ൻ്റെ മൾട്ടിപ്പിൾ എന്ന് തന്നെയല്ലേ വരുന്നത് അല്ലേ? അപ്പോൾ ഏത് നാച്ചുറൽ നമ്പറിനെയും ഈ 4 രീതിയിലാണ് നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്. ക്ലിയർ അല്ലേ? ഇതിനകത്തെ ഐയുടെ പവറായിട്ട് ആ 4K ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്കറിയാം ഐയുടെ പവറായിട്ട് 4ൻ്റെ മൾട്ടിപ്പിൾ വന്നാൽ ആൻസർ 1 ആണല്ലോ. ഇനി അതല്ല ഐയുടെ പവറായിട്ട് 4K + 1 ആണ് വരുന്നതെങ്കിൽ ഇത് I⁻1 അഥവാ I തന്നെയല്ലേ. ഇനി ഇതേപോലെ ഐയുടെ പവറായിട്ട് 4K + 2 ആണ് വരുന്നതെങ്കിൽ ഇത് I² ആകും, അഥവാ -1 എന്ന് വരും. ശരിയല്ലേ? അതുപോലെ I⁻4K + 3 ആണെങ്കിൽ 4ൻ്റെ മൾട്ടിപ്പിൾ മാറ്റിയിട്ട് 3 മാത്രം പവറിൽ എടുത്താൽ മതി, I³ വരും. I³ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? -I എന്നാണ്. ശരിയാണല്ലോ? യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ K1 ഉം K2 ഉം എനിക്ക് എത്ര വേസിൽ ടോട്ടൽ സെലക്ട് ചെയ്യാൻ പറ്റും? നോക്കിയേ, K1 എനിക്ക് 4 ഡിഫറൻറ്റ് വേസിൽ സെലക്ട് ചെയ്യാമല്ലോ. K1 എന്ന് പറയുന്നത് അത് 4K രൂപത്തിലാകാം, 4K + 1 രൂപത്തിലാകാം, 4K + 2 രൂപത്തിലാകാം, അല്ലെങ്കിൽ 4K + 3 രൂപത്തിലാകാം അല്ലേ? 4 ഡിഫറൻറ്റ് വേസിലാണ് എനിക്ക് K1 ചൂസ് ചെയ്യാൻ പറ്റുന്നത്. K2ഉം ഇതേപോലെ തന്നെ ഈ 4 രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കില്ലേ K2 ആയിട്ട് നമുക്ക് കിട്ടുന്നത്, അതും 4 വേസിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ K1 and K2, K1 ഉം K2 ഉം കൂടി എനിക്ക് 4 × 4 16 വേസിലല്ലേ ചൂസ് ചെയ്യാൻ പറ്റുക. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 16 ആണ്. ഒന്നുകൂടെ പറയട്ടെ, K1 K2 രണ്ട് നമ്പറുകൾ നമ്മൾ ചൂസ് ചെയ്യുന്നു. എവിടെ നിന്ന്? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്നും. പക്ഷെ നമ്മൾ പറഞ്ഞു ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും അത് ഈ 4 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ K1 ഞാൻ ചൂസ് ചെയ്യുമ്പോൾ ആ K1 ഈ 4 രീതിയിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ളതായിരിക്കില്ലേ? അതുപോലെ K2 ഞാൻ ചൂസ് ചെയ്താലും ഈ 4 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കില്ലേ വരിക? അപ്പോൾ K1 ഉം K2 ഉം കൂടി ടോട്ടൽ എത്ര ഡിഫറൻറ്റ് വേസിലാണ് ചൂസ് ചെയ്യാൻ പറ്റുക? 4 × 4 16 ഡിഫറൻറ്റ് വേസിലല്ലേ? പക്ഷെ നമുക്ക് വേണ്ടത് I⁻K1 + I⁻K2 എന്ന് പറയുന്നത് എന്താകണം? 0 ആകണം. അതാണ് അല്ലേ? ഇത് എത്ര തരത്തിൽ വരാൻ പറ്റും? I⁻K1 + I⁻K2 0 ആകണമെങ്കിൽ ഒന്ന് നോക്കിയേ, K1 എന്ന് പറയുന്നത് 4K ആകാം അല്ലേ? K1 4K ആകാം. അപ്പോൾ K2 എന്ന് പറയുന്നത് എന്താകണം? K1 4K ആയാൽ I⁻4K 1 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ I⁻K2 എന്ന് പറയുന്നത് -1 വരണ്ടേ? എന്നാലല്ലേ ആഡ് ചെയ്യുമ്പോൾ 0 വരുന്നത്. അപ്പോൾ K1 ഞാൻ 4K ആയിട്ട് എടുത്താൽ K2 എനിക്ക് 4K + 2 ആയിട്ടല്ലേ എടുക്കാൻ പറ്റുക. ഇത് മനസ്സിലാകുന്നുണ്ടോ അല്ലേ? കാരണം I⁻4K എന്ന് പറയുന്നത് -1 ആണ്, I⁻4K + 2 എന്ന് പറയുന്നത് I⁻4K 1 ആണ്, I⁻4K + 2 എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ 1 + -1 0 കിട്ടുമല്ലോ. ഇത് തിരിച്ചു വന്നാലും കുഴപ്പമൊന്നുമില്ല അല്ലേ?
അതായത് K1 ആയിട്ട് എനിക്ക് 4K+2 എന്ന് എടുക്കാം, അതല്ലെങ്കിൽ അതുപോലെ K2 എനിക്ക് 4K എന്ന് എടുക്കാം. ഓക്കെ ആണോ? ഇനി അതല്ലെങ്കിലോ? അതല്ലെങ്കിൽ ദാ ഇവിടേക്ക് നോക്കി, ഐയും മൈനസ് ഐയുമായിട്ട് വന്നാലും അല്ലേ, I⁻K1ഉം I⁻K2ഉം ഐയും മൈനസ് ഐയുമായിട്ട് വന്നാലും സമ്മ് 0 ആകത്തില്ലേ? അതായത് K1 4K+1 എന്ന് വരാം അല്ലേ, അപ്പോൾ K2 എന്ന് പറയുന്നത് 4K+3 എന്ന് വരാം. ക്ലിയർ അല്ലേ? തിരിച്ചു വന്നാലും കുഴപ്പമില്ല. K2 എന്ന് പറയുന്നത് 4K+3 എന്ന് വരാം. അതുപോലെ K1 എന്ന് പറയുന്നത് എന്തായിട്ട് വരാം, അല്ലെങ്കിൽ K1 എന്ന് പറയും തിരിച്ച് അല്ലേ, K1 എന്ന് പറയുന്നത് 4K+3 ആകാം. അതുപോലെ K2 എന്ന് പറയുന്നത് 4K+1 ആകാം. ഇത് ക്ലിയർ ആയോ? അതായത് 4 രീതിയിലല്ലേ നമുക്ക് K1ഉം K2ഉം വരാൻ പറ്റുന്നത് ഈ സമ്മ് 0 ആകണമെങ്കിൽ. അപ്പം നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് എന്ന് പറയുന്നത് 4 അല്ലേ? ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിച്ചോ. നമ്മളിവിടെ 2 നാച്ചുറൽ നമ്പറുകൾ സെലക്ട് ചെയ്യുന്നു. ഏതാ? K1ഉം K2. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും അത് 4 തരത്തിലാണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത് അല്ലേ. 4K ടൈപ്പ് വരുന്നുണ്ട്, 4K+1 ഉണ്ട്, 4K+2 ഉണ്ട്, 4K+3 ഉണ്ട്. ശരിയാണല്ലോ? അപ്പോൾ K1 എന്ന് പറയുന്നത് ഈ 4 രീതിയിൽ ഏതുമാകാം, K2 എന്ന് പറയുന്നതും ഈ 4 രീതിയിൽ ഏതുമാകാം. അപ്പോൾ K1ഉം K2ഉം കൂടി നമുക്ക് ടോട്ടൽ എത്ര വേസിൽ എടുക്കാൻ പറ്റും? 4 × 4 16. അതുകൊണ്ടാണ് ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എന്തായത്? 16 ആയത്. ക്ലിയർ അല്ലേ? ഇനി നോക്കിയേ, ഈ ഓരോ രീതിയിലും ഐയുടെ പവർ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ വരാം? 1 വരാം, I വരാം, -1 വരാം, -I വരാം. അപ്പോൾ ഐയുടെ 2 പവറുകളുടെ സമ്മ് 0 വരണമെങ്കിൽ ഒന്ന് 1ഉം ഒന്ന് -1ഉം ആകാം, അതൊരു കേസ്. അതല്ലെങ്കിൽ ഒന്ന് ഐയും ഒന്ന് -ഐയും ആകാം. ശരിയാണല്ലോ? 1ഉം -1ഉം വരണമെങ്കിൽ പവർ ഇതാ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പവർ എന്തൊക്കെയാകാം? 4K വരാം, അതുപോലെ അടുത്ത പവർ 4K+2 വരാം. അപ്പോൾ K1 4K വരാം, K2 4K+2 വരാം. തിരിച്ചു വന്നാലും കുഴപ്പമില്ല. അപ്പോൾ -1+1 എന്നോ അല്ലെങ്കിൽ 1+-1 എന്നോ വരും, അത് 0 കിട്ടുമല്ലോ. അവിടെ 2 കേസുകൾ അല്ലേ. ഇനി അതല്ലെങ്കിൽ ഒന്ന് ഐയും മറ്റൊന്ന് -ഐയും വരാം. അങ്ങനെയാണെങ്കിലും സമ്മ് 0 വരത്തില്ലേ? ഐ എന്ന് വരണമെങ്കിൽ പവർ 4K1, -I എന്ന് വരണമെങ്കിൽ പവർ 4K+3. അപ്പോൾ K1 എന്ന് പറയുന്നത് 4K+1ഉം K2 4K+3യും വരാം. അതല്ലെങ്കിൽ തിരിച്ചും വരാം അല്ലേ. അവിടെയും 2 കേസുകൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫേവറബിൾ കേസുകൾ K1ഉം K2 എത്ര തരത്തിലേ വരാൻ പറ്റുള്ളൂ? 4 തരത്തിൽ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐയുടെ ഈ 2 പവറുകളും 0 വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാ വരിക? 4/16 അഥവാ 1/4 അല്ലേ. പക്ഷെ നോക്കിയേ, നമുക്ക് വേണ്ടത് 0 വരാനുള്ള പ്രോബബിലിറ്റി അല്ല അല്ലേ. ഐയുടെ ഈ 2 പവറുകളുടെ സം എന്ന് പറയുന്നത് 0 വരാനല്ല, 0 വരാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്താൽ മതി, 1 - 1/4 അഥവാ 3/4. അപ്പോൾ 3/4 ആണ് ശരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. 3/4 കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ 3 ആണ്. സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ.